അതായത് നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിൽ ഒരു ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് കേരള പോലീസ് തല താഴ്ത്തേണ്ടതായിട്ടുള്ള അവസ്ഥ, ഈ രാജ്യത്തിന് മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തേണ്ട അവസ്ഥ വരും. അത് കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മറക്കരുത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഇതിനു മുൻപ് ഏറ്റുമാനൂരായിരുന്നു താമസിച്ചത്. ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് തിരുവനന്തപുരത്തേക്ക് മിക്കവാറും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പരിപാടികൾ നടക്കുമ്പോൾ വരാറുള്ളത്. നരേന്ദ്രമോദി ഈ അടുത്ത് പോലും നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അതേപോലെ തന്നെ കുട്ടികളാരും ഈ ഒരു വീഡിയോ കാണരുത്. കാരണം ഇതിന്റെ അവസാനം ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള എഡിറ്റിംഗും ഞാൻ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി സഞ്ചരിച്ച സഞ്ചാരപാതയിൽ നിന്ന് ഈ അടുത്തിടെ ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു അന്വേഷണം നടത്തുകയും ഈ പറയുന്ന ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ ഉറവിടം എന്ന് പറയുന്നത് മലപ്പുറമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ഏകദേശം 89,600ഓളം ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തുകയുണ്ടായി. ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തേക്ക് വന്നതെങ്കിലും അമിത പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിന് കൊടുത്തില്ല. ഇത്രയും ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭയമായിരിക്കാം. കാരണം മലപ്പുറം ജില്ലയെക്കുറിച്ച് എന്തൊരു ന്യൂസ് ചെയ്താലും ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ വീഡിയോ ചെയ്യുന്ന ആളുകളെ ആക്രമിക്കുന്നത് പതിവാണ്. അതായത് സൈബറായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ ഒരു വിഷയം ഒഴിവാക്കി വിട്ടത്. എന്തായാലും ഞാൻ മലപ്പുറം ജില്ലയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് പഴയ ഒരു ക്ലബ് ഹൗസ് ചർച്ച ഓർമ്മ വന്നത്. ആ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബീവി പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ചാവേർ സ്ഫോടനത്തിലൂടെ വധിക്കാൻ താൻ തയ്യാറാണ് എന്ന്. അന്ന് ഇവർക്കെതിരെ പ്രതിഷേധം ഉയരുകയും നിരവധി ആളുകൾ ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ നാളിതുവരെയായിട്ട് നമ്മുടെ കേരള പോലീസ് ഇതിനകത്തൊരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. കാരണം ഭയമായിരിക്കാം. ഷെഫീന ബീവിയുടെ പിന്നിലുള്ള ആളുകൾ അത്രത്തോളം പവർഫുൾ ആണെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവരെ അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്യാൻ പോലും നമ്മുടെ കേരള പോലീസ് തയ്യാറാവാത്തത്. എന്തായാലും ഇത്രയും ഗൗരവപരമായിട്ടുള്ളൊരു പരാമർശമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ചാവേർ സ്ഫോടനത്തിലൂടെ വധിക്കുമെന്നും. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിനെ LTTക്കാർ കൊലപ്പെടുത്തിയത് ഇതേ കണക്ക് ഒരു ചാവേർ സ്ഫോടനത്തിലൂടെയാണ്. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ചാവേർ സ്ഫോടനത്തിലൂടെ വധിക്കുമെന്ന് കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇവർക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു ഭീകരവാദ സംഘടനകളുണ്ടോ എന്ന് നാളിതുവരെയായിട്ട് നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കെ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ, ഈ ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ ഈ റാക്കറ്റുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം കൃത്യമായ രീതിയിൽ ചാവേർ സ്ഫോടനം തന്നെ നടത്തുമെന്ന് ഇവർ പറയുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരള DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. നാളിതുവരെയായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള DGPക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടി വെച്ചുകൊണ്ട് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായ്ക്കും ഇന്ത്യൻ പ്രസിഡന്റായിട്ടുള്ള ദ്രൗപദി മുർമുവിനും ഉൾപ്പെടെ ഞാൻ പരാതികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ തൽക്കാലം പറയുന്നില്ല. എന്തായാലും ഷെഫീന ബീവി അന്ന് ക്ലബ് ഹൗസിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത് ഹെഡ്സെറ്റ് വെക്കുക. കാരണം അത്രയ്ക്കും തെറി ഈ സ്ത്രീ വിളിക്കുന്നുണ്ട്. അവനെ പോലെ ഒരു പൂർവിമോൻ ലോകത്തില്ല. പന്നത്തായോളി പൂർവിമോൻ. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ. സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു പൂർവിമോൻ ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി തായോളി. പട്ടിപ്പൂർവിമോനെ തുറന്നോട്ട് കിടക്കുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? പലതന്തയ്ക്കുണ്ടായ മൈലിക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണോടെ? അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടായ 100 തന്തയ്ക്കുണ്ടാക്കിയ ആറാംകുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയെ ഊക്കിയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ ഊക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം പൂർവ്വം തായോളിയാണ് അവൻ. ആ മൈരന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചും പറയും കേട്ടോ. നിങ്ങളെ പോലുള്ള പൂർവിമോന്റെ കാര്യം പറയാൻ വന്ന അതുപോലെ തെറിയെ കൂടെ തെറി വിളിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഡെയിലി ഗ്രൂപ്പിൽ തെറി വിളിക്കുന്നത്
തെറി വിളിക്കണം. ഡെയിലി ഞാനത് ഗ്രൂപ്പ് റിക്വസ്റ്റ് ഇട്ടല്ലേ ചെയ്യുന്നത്. കിട്ടിയ രണ്ട് പൊട്ടിക്കുകയും ചെയ്യണം. മൈക്ക് വെച്ചിട്ട് പൂരി മോനെ ഷഫീനക്ക് ഈ ചുമ്മാ അരിയിലൊക്കെ ഇരിക്കുമ്പോൾ വന്ന് ഒരു ചാടാന്ന് മൈക്ക് പറ. വെച്ചിട്ട് വീടിന്റെ ആ കള്ളം മുമ്പിൽ നായ്ക്ക് അങ്ങോട്ടൊന്ന് പറഞ്ഞോന്നല്ല വിളിക്കണം. തള്ളയോളി പുണ്ടച്ചി പോയി രാജ്യമൊക്കെ ഈ വരും, അരിയിലൊക്കെ അവരെല്ലാം കൂടെ വന്ന് ചെന്ന് അവന്റെ തെറി വിളിക്കണം. കാലേമാര് നിലത്തടിക്കുന്ന കള്ള അത് പൂരി മോനെ. വിളിക്കണമെന്ന്, അത് ആ വിളിക്കണം. മൈലിന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി തായോളിയുടെ അടുത്ത് ഈ ഏരിയയിലങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയുന്ന അവൻ കയറിയിരുന്നു നിങ്ങൾ എന്നും ഡെയിലി തെറി തായോളി വിളിക്കണം. അമ്മയെ കുത്തി കൊടുത്ത വിളിക്കണം, മൈനെ വിളിക്കണം. പെൺപിള്ളേരെ നിങ്ങൾ ഇതുപോലെ തെറി ബലാത്സംഗം വിളിക്കണം. ചെയ്തുകൊണ്ടിരുന്ന കള്ള തായോളിക്ക് അത് സപ്പോർട്ട് ഇങ്ങനെ പറയാൻ വിളിക്കണം. വന്നിട്ട് ഞങ്ങളുടെ ഷഫീനമാരെ തന്തയ്ക്ക് ഡെയിലി കൊടുക്കുക. ഇതുപോലെ തെറി വിളിക്കണം. ഷഫീനമാരെ അതല്ല എന്നിങ്ങനെ പലതന്തയ്ക്കുണ്ടായ മൈരിയൊക്കെ ഇങ്ങനെയൊക്കെ തോന്നൂടെ? പെണ്ണുങ്ങളെ എന്ത് തെറി ബലാത്സംഗം ചെയ്യുന്നവരെ വിളിക്കണമെന്ന് തൂക്കി തലയൊക്കെ ഇയാൾ അമ്മയെ കെട്ടിച്ചു വിളിക്കണം. കൊടുത്തേ. ഷഫീന ഐ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അതിനാ ഡെയിലി ഞാനും തെറി പറയണത്. വിളിക്കേ. അമ്മയെ കെട്ടിച്ചു നിങ്ങൾ കൊടുത്തേ. തെറി വിളിക്കണം. അമ്മയെ കെട്ടിച്ചു നിങ്ങൾ കൊടുത്ത് തെറി വീട്ടിൽ വിളിക്കണം. ഇരുത്തിട്ട് അച്ഛാന്ന് വിളി മോദിയെ തെറി ചെല്ല്. വിളിക്കൂ. വായലറിയാവുന്ന തെറിയെല്ലാം ഇതിൽ വിളിക്കൂ. എന്ത് തെറിയുടെ ന്യായമായ ഒരു ബോംബ് കാര്യമില്ല. ബോംബ് ഇത്രയും വെച്ച് വലിയൊരു സ്വയം യുഗപുരുഷനെ പൊട്ടിത്തെറിക്കല്ലേ. നിങ്ങൾ അച്ഛാന്ന് വിളിക്കൂ. ബോംബ് അമ്മയെ വെച്ച് കെട്ടിച്ചു കൊടുത്തേ. പൊട്ടിത്തെറിക്കല്ലേ. അത് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ. അല്ല സ്വയം അത് പൊട്ടിത്തെറിക്കല്ലേ. ആ തെറി വിളിച്ചോ, പരിപാടിയൊക്കെ ഒരു വേണമെങ്കിൽ ഇനി പ്രശ്നമില്ല. ചെയ്യൂടെ? വായിക്കാത്ത ഈ നാട്ടിലെ ലോകത്തിന്റെ അത്രേ നന്മയ്ക്ക് വേണമെന്നില്ല. വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറിനടെ. ഈ വായിക്കാ പൂരിമാനെ കൊല്ലാനാണെങ്കിൽ ബോംബ് വെക്കാൻ ആ ഞാൻ തയ്യാറിനടെ. കേട്ടോ, ചാവേർ സ്ഫോടനത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ വധിക്കുമെന്നാണ് ഇവർ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരള പോലീസ് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറെ അതിശയപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിരുന്ന തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു പണ്ട് LTT പ്രവർത്തകർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിനെ ഒരു ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയത്. ആ കേസിലെ പ്രതികൾ എല്ലാവരും തന്നെ ഇന്ന് സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻപ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ഷെഫീന ബീബി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അവർക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചാവേർ സ്ഫോടനത്തിലൂടെ വധിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ കേരള പോലീസ് എന്ത് ചെയ്യും? അന്ന് രാജ്യത്തിന് മുന്നിൽ ഇവർ തല താഴ്ത്തേണ്ടി വരും. കാരണം ഞങ്ങളെ ഉൾപ്പെടെ പലരും കൊടുത്തതിന് കംപ്ലൈൻറ്റുകളുടെ തെളിവുകൾ ഞങ്ങളുടെയിലൊക്കെ ഇരിപ്പുണ്ട്. നാളെ ദൂരമായിട്ട് യാതൊരു അന്വേഷണവും നമ്മുടെ കേരള പോലീസ് നടത്തിയിട്ടില്ല. അതാണ് ഇതിനകത്ത് വാസ്തവം. അതായത് നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിൽ ഒരു ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് കേരള പോലീസ് തല താഴ്ത്തേണ്ടതായിട്ടുള്ള അവസ്ഥ, ഈ രാജ്യത്തിന് മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തേണ്ട അവസ്ഥ വരും. അത് കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മറക്കരുത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഇതിനു മുൻപ് ഏറ്റുമാനൂരായിരുന്നു താമസിച്ചത്. ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് തിരുവനന്തപുരത്തേക്ക് മിക്കവാറും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പരിപാടികൾ നടക്കുമ്പോൾ വരാറുള്ളത്. നരേന്ദ്രമോദി ഈ അടുത്ത് പോലും നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്?